ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആരാധക പിന്തുണയുടെ കാര്യത്തിലും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെ കാര്യത്തിലുമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ മാർക്കറ്റ് വാല്യൂവിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാലും ബ്ലാസ്റ്റേഴ്സ് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ട്രോഫികളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പോരായ്മ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് വിളിച്ചോതുന്ന ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2024 എന്ന കലണ്ടർ വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ 49.2 കോടി രൂപയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തവണ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ വെബ്സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ്. മറ്റു പ്രധാനപ്പെട്ട എല്ലാ ക്ലബ്ബുകളെയും മറികടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. രണ്ടാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ ഇടം നേടിയിട്ടുള്ളത്. അവരുടെ മാർക്കറ്റ് വാല്യൂ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കൂടുതലുണ്ട്. 57.8 കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ വരുന്നത്. ഇനി മൂന്നാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ വരുന്നത്. അവരുടെ മാർക്കറ്റ് വാല്യൂ 35.4 കോടി രൂപയാണ്. നാലാം സ്ഥാനത്ത് വരുന്നത് FC ബാഴ്സലോണയാണ്. ഇന്ത്യയിലെ ആളുകൾ തിരഞ്ഞ ക്ലബ്ബുകളുടെ ഒരു കണക്കുകളാണ് നമ്മൾ പറയുന്നത്. ബാഴ്സലോണയൊക്കെ പിറകിലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സലോണയുടെ മാർക്കറ്റ് വാല്യൂ 8132 കോടി രൂപയാണ്. അഞ്ചാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് വരുന്നത്. മാർക്കറ്റ് വാല്യൂ 9864 കോടി രൂപ. ഇനി ആറാം സ്ഥാനത്ത് ചെന്നൈയിൻ FC വരുന്നു. മാർക്കറ്റ് വാല്യൂ 30.8 കോടി രൂപ. അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നത്. അവരുടെ മാർക്കറ്റ് വാല്യൂ 6357 കോടി രൂപ. എട്ടാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC, മാർക്കറ്റ് വാല്യൂ 41.8 കോടി രൂപ. ഒൻപതാം സ്ഥാനത്ത് വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. മാർക്കറ്റ് വാല്യൂ 32.2 കോടി രൂപ. പത്താം സ്ഥാനത്ത് FC ഗോവ വരുന്നു. 39.6 കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. 11 ബംഗളൂരു FC, 12 ഹൈദരാബാദ് FC, 13 മാഞ്ചസ്റ്റർ സിറ്റി, 14 മുഹമ്മദൻ SC, 15 ചെൽസി, 16 ലിവർപൂൾ, 17 ജംഷഡ്പൂർ FC, 18 ഒഡീഷ FC, 19 അൽ നസർ വരുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ആളുകൾ ഇപ്പോൾ അൽ നസറിനെ കൂടി തിരയുന്നുണ്ട് അർത്ഥം. 20-ാം സ്ഥാനത്താണ് പഞ്ചാബ് വരുന്നത്. 21 ആഴ്സണൽ വരുന്നു. 22 ബയൺ മ്യൂണിക്ക് വരുന്നു. 23 PSG വരുന്നു. 24-ാം സ്ഥാനത്ത് ഇന്റർ മയാമി വരുന്നു. ലയണൽ മെസ്സി ഉള്ളത് കൊണ്ടാണ് ആ ഒരു ആളുകൾ ഇന്റർ മയാമിയെ സെർച്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ കണക്കുകളാണ് നമ്മൾ പറയുന്നത്. 25-ാം സ്ഥാനത്ത് ഇന്റർകാശി വരുന്നു. ഒരു ഐ ലീഗ് ക്ലബ്ബാണ് ഇന്റർകാശി. ഈ ഒരു 30 സ്ഥാനങ്ങളിൽ ഇടം നേടിയിട്ടുള്ള ഏക ഐ ലീഗ് ക്ലബ്ബും ഇന്റർകാശി തന്നെയാണ്. 26 ടോട്ടൻഹാം, 27 അൽ ഹിലാൽ വരുന്നു. നെയ്മർ ജൂനിയറുടെ ക്ലബ്ബാണ്. 28-ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ്, 29 ബയർ ലെവർക്യൂസൻ, 30-ാം സ്ഥാനത്ത് ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് യുവന്റസ് FC ആണ്. ഇങ്ങനെയാണ് 30 ക്ലബ്ബുകളുടെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഇരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.